എപ്പിസോഡിന് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നതാണെങ്കിൽ ഒരു പഴയ സീനാട്ടോ. അപ്പോൾ അതിൽ ആ ഒരു മുത്തശ്ശി ആ ഒരു ബാങ്കിൽ വന്നിട്ട് കുറച്ച് പൈസ എടുക്കുന്നത് കാണിക്കുന്നുണ്ടാകും. അപ്പോൾ ആ ഒരു സ്റ്റാഫ് ഇങ്ങനെ പറയുന്നുണ്ടാകും, നിങ്ങൾ പറഞ്ഞ ആൾ എല്ലാ ദിവസവും വന്ന് 5000 രൂപ വെച്ചിട്ട് വിഡ്രോ ചെയ്യും, എപ്പോഴും വരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊക്കെ അറിയായിരുന്നു. വന്നിട്ട് പുള്ളിക്കാരത്തി പോകുക മാത്രമല്ല അവിടുത്തെ ഫോണിൽ നിന്ന് ആരെയോ വിളിക്കുകയും ചെയ്യായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇവനാണെങ്കിൽ നമ്മുടെ ഗേറു ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു നമ്പർ ആലോചിച്ചിട്ട് അവിടെ ഡയൽ ചെയ്യുന്നുണ്ടാകും. ഡയൽ ചെയ്തിട്ട് അവനിങ്ങനെ പറയുന്നുണ്ടാകും, എനിക്ക് ഇപ്പം മനസ്സിലായി എന്നും പറഞ്ഞ് ആ ഒരു മിഠായി എടുത്തിട്ട് അവനാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്കിൾ പുറകെ ഇറങ്ങുമ്പോൾ എന്താ ഇവനങ്ങ് മിസ്സായി പോകുന്നുണ്ടാകും, ഇവനെ കാണില്ല. അപ്പോൾ നെമ്മു ആണെങ്കിൽ അങ്കിളിനെ കുറേ ചീത്ത പറയുന്നുണ്ടാകും, നിങ്ങളെന്നാലും എന്താ അവനെ നോക്കാണ്ടിരുന്നതെന്നൊക്കെ പറയും. അവൻ പറയും, ഞാൻ ഒരുപാട് നേരം നോക്കി നിന്നാണ്, 1 മണിക്കൂറോളം നോക്കി നിന്നാണ്, അവനെ ഞാൻ കണ്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അവളിങ്ങനെ പറയും, വന്നാലേ ഗേറു എവിടെ പോയി നിൽക്കണേണാവോ എന്നൊക്കെ ആലോചിച്ചിട്ട് നിൽക്കുമ്പോൾ തന്നെ എന്താ അങ്ങടേക്കാണെങ്കിൽ ഗേറു കയറി വരുന്നുണ്ടാവും കേട്ടോ. എന്നിട്ട് പറയും, എൻ്റെ ഫോണിൻ്റെ ബാറ്ററി തീർന്നു, അതുകൊണ്ട് വന്നാന്നും പറഞ്ഞ് ആ ഒരു ചാർജ് ഇടാൻ വേണ്ടി പോകട്ടോ. അപ്പോൾ അവളിങ്ങനെ ചോദിക്കുന്നുണ്ടാകും, നീ എങ്ങടെ പോയെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ടാകും, എനിക്ക് നാളെ ആ ഒരു മുത്തശ്ശിയുടെ മകനെ കാണണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അപ്പം നമ്മൾ പറയും, ആ വെറുതെ അല്ല, അയാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു പൈസ ചോദിച്ചിട്ടെന്നൊക്കെ പറയുമ്പോൾ അവൻ പറയും, ഞാൻ തന്നെ കൊടുത്തോളാം അയാൾക്ക്, പിന്നെ എനിക്ക് പുള്ളിനെ കണ്ടിട്ട് സംസാരിക്കാനുണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞ അവനാണെങ്കിൽ ഫോണൊക്കെ ചാർജിൽ ഇടുന്നുണ്ടാകും. അങ്ങനെ പിറ്റേന്ന് നമ്മ ആണെങ്കിൽ വീട്ടിൽ ഈ ഒരു പണിക്ക് പോണ കാര്യം പറയുമ്പോൾ അമ്മ ആണെങ്കിൽ നല്ല എതിർപ്പായിരിക്കും, പോടി അവിടുന്ന്, ഇതൊന്നും പറ്റില്ല, ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അവൾ പറയുന്നുണ്ടാകും, അമ്മ വേറൊന്നുമല്ല, ജസ്റ്റ് ക്ലീനൊന്നും ആക്കണ്ട, ആ സാധനങ്ങളൊക്കെ എടുത്ത് കൊടുത്താൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അമ്മ പറയും, ഈ ഒരിക്കലുമില്ല, അവനായി അവൻ്റെ പാടായി, നീ എന്തിനാ അവൻ്റെ പണിയൊക്കെ എടുക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാവും കേട്ടോ. അപ്പം അച്ഛൻ്റെ അടുത്ത് പറയും, അച്ഛ ഇപ്പം എനിക്കാണ് ആ ഒരു അവസ്ഥ വന്നതെന്നുണ്ടെങ്കിൽ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുമെന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ പറയും, നീ എന്നൊരു കാര്യം ചെയ്യാം, അമ്മ അറിയാണ്ട് നീ പൊക്കോ, ഒരു 3 മാസത്തേക്കൊക്കെ പോയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ ഗേറു എണീച്ചിട്ട് ഭയങ്കര ഒരു ഒച്ചപ്പാടൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പം അങ്ങൾ എന്ന് നോക്കും, എന്താടാ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനിങ്ങനെ പറയും, ആ ബോക്സ് കാണുള്ള, ആ മഞ്ഞ ബോക്സ് കാണുള്ള എന്നും പറഞ്ഞ് ഇവനാണെങ്കിൽ ആ ഒരു ചുമരും വിട്ട് നെറ്റ് അടിക്കുന്നുണ്ടാകും കേട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ തടയുന്നുണ്ടാകും ആ ഒരു അങ്കിള്. ആ ഒരു സമയത്ത് നമ്മുടെ ഈ ഒരു നമ്മ വരുമ്പോൾ എന്താ നമ്മ പറയും, നിങ്ങൾ അവനെ കൊല്ലാൻ നോക്കണേല്ലേ, മര്യാദക്ക് വിടുന്നൊക്കെ പറഞ്ഞ് അവനെ കൈമിട്ട് കടിക്കും കേട്ടോ. എന്നിട്ട് പറയും, ഞാൻ ഇപ്പം പോലീസിനെ വിളിക്കാൻ വേണ്ടി പോവാന്ന് പറയുമ്പോൾ അവൻ പറയും, നീ പോലീസിനെ വിളിക്കുന്നത്, ഇതാണ് ശരിക്കും പറഞ്ഞാൽ കാണിച്ചു കൊടുക്കണത് പോലീസിന്, ഞാനൊന്നും അവനെ ചെയ്തില്ല എന്നൊക്കെ പറയുമ്പോൾ ഗേറ് പറയുന്നുണ്ടാകും, ആ ഒരു ബോക്സ് കാണുള്ള ആ ബോക്സ് തിരിച്ച് ആ ഒരു ഫാമിലിക്ക് തന്നെ കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവനാകെ ടെൻഷൻ അടിച്ച് നിൽക്കും കേട്ടോ. അങ്ങനെ അടിക്കാൻ വേണ്ടി പോകുമ്പോൾ ഇവളാണെങ്കിൽ മാക്സിമം തടയുന്നുണ്ടാകും. അപ്പോൾ അവനിങ്ങനെ പറയും, ആ ഫാമിലിയിൽ പറഞ്ഞത് അവർക്കൊന്നും വേണ്ടാന്ന്, പിന്നെ എന്തിനാ അതെന്നൊക്കെ പറയുമ്പോൾ നെമ്മു പറയണ്ടാകും, അവനക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടായിരിക്കും, എന്തെങ്കിലും ചെയ്യാനുണ്ടായിരിക്കും, ഇവനിക്ക് എന്തെങ്കിലുമൊക്കെ വാശി വന്നാൽ പിന്നെ നമ്മൾ സാധിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ അത് പ്രശ്നമാണെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അവൻ പറയും, എന്തായാലും തന്നെ പോകുന്നില്ല, ഞാൻ പോയി അന്വേഷിക്കാൻ വേണ്ടി പോവാന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോകുമ്പോൾ അങ്ങള് പറയും, നീ പോണ്ട, അത് വേണ്ടാത്ത കാര്യമായതുകൊണ്ട് തന്നെ ഞാനാണത് കളഞ്ഞെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ ആ ഒരു വേസ്റ്റ് ഡിസ്പോസ് ചെയ്ത സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ചേട്ടനടുത്ത് ചോദിക്കും, ചേട്ടാ ആ കഴിഞ്ഞ തവണ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത് കളഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ചേട്ടൻ പറയുന്നുണ്ടാകും, അതിലൊരു മഞ്ഞ ബോക്സ് ഉണ്ടായിരുന്നല്ലോ, എപ്പോഴും അത് കളയാത്തതായതുകൊണ്ട് ഞാനധികം മൈൻഡ് ചെയ്തില്ല, അതങ്ങ് കളഞ്ഞിട്ട് അങ്ങ് പോകുന്നു എന്ന് പറയുമ്പോൾ ഇവരാണെങ്കിൽ അങ്ങടേക്ക് പോയി അതൊക്കെ തപ്പുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ രാവിലെ തുടങ്ങിയ തപ്പൽ വൈകുന്നേരമായിട്ടും കിട്ടിയിട്ടുണ്ടാവില്ല, അങ്ങനെ ഒരുപാട് നേരം തപ്പുമ്പോൾ കിട്ടില്ല. അപ്പോൾ നമ്മുടെ അങ്കിളാണെങ്കിൽ ആകെ ക്ഷീണിച്ച് പോയിട്ട് ഭ്രാന്ത്, എനിക്കങ്ങ് വയ്യ ഇനിന്നൊന്നും പറഞ്ഞ് അവനാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ എന്താ അവിടെ നിന്ന് തട്ടി വീഴുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ നേരെ വീഴുന്നത് ആ ഒരു ബോക്സിൻ്റെ അടുത്തേക്കായിരിക്കും. അങ്ങനെ ഇവൻ പറയും, ദേ എനിക്ക് ബോക്സ് കിട്ടിയെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഗേറു ആണെങ്കിൽ ആ ഒരു ബോക്സ് എടുത്തിട്ട് പോകുന്നുണ്ടാകും. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ഗേറു ആണെങ്കിൽ ആ ഒരു അമ്മയുടെ മകനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അമ്മയുടെ മകൻ ഇങ്ങനെ പറയുന്നുണ്ടാകും, എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്ക് ആ പൈസ അങ്ങോട്ട് കിട്ടിയാൽ മതി എന്നും പറഞ്ഞ് ആ ഒരു സംഭവം മേടിക്കുമ്പോൾ അതിൽ റെസിപ്റ്റ് ഒക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അയാൾ പറയുന്നുണ്ടാകും, ഇതെന്താ റെസിപ്റ്റ്, എനിക്ക് പൈസ താട്ടെ, എനിക്ക് വേറൊന്നും അറിയണ്ടെന്ന് പറയുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും, പൈസ തന്നേക്ക് മുന്നേ എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വന്നെന്ന് പറയുമ്പോൾ അയാൾ പറയും, ഇതെന്താ ഈ പറയുന്നത്, എനിക്ക് അങ്ങനെയൊന്നും വരാൻ പറ്റില്ല, നിങ്ങളെന്താ കളിക്കുകയാണെന്നും പറഞ്ഞ് ഗേറുവിനെ തല്ലാൻ വേണ്ടി പോകുമ്പോൾ തന്നെ അങ്കിളാണെങ്കിൽ തടയുന്നുണ്ടാവും കേട്ടോ. അപ്പം തന്നെ നമ്മുടെ ഗേറു ആണെങ്കിൽ അവിടെ നിന്ന് ഓടുന്നുണ്ടാകും. അപ്പം ഇവരാണെങ്കിൽ നമ്മുടെ ഗേറുടെ പുറകെ ഓടുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ ഇവനാണെങ്കിൽ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് പേടിച്ച് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ നെമ്മു വന്നിട്ട് ഇവനെ പിടിച്ചോണ്ട് അങ്ങ് പോകുന്നുണ്ടാകും. അങ്ങനെ പോയി കഴിയുമ്പോൾ ഒരു കടയുടെ ഫ്രണ്ടിലെത്തുമ്പോൾ ഇവൻ നിൽക്കുന്നുണ്ടാവും കേട്ടോ. അപ്പം തന്നെ അയാൾ വന്ന് പ്രശ്നം ഉണ്ടാക്കും, നിങ്ങളെന്താ എന്നെ പറ്റിക്കണേണോ എന്നൊക്കെ പറഞ്ഞ് ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അവൻ പറയും, ഈ പൈസ എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റില്ല, എനിക്ക് ഈ ഒരു ചോയോളിന് സ്യൂട്ട് മേടിക്കാനുള്ളതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ ആ ഒരു കടയിലത്തെ ആളിങ്ങനെ പറയുന്നുണ്ടാകും, നിങ്ങളാണോ പാർക്ക് ചോയോളെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് അവരകത്തോട്ട് കയറുമ്പോൾ അയാളിങ്ങനെ കഥ പറയുന്നുണ്ടാകും, നിങ്ങളുടെ അമ്മ എപ്പോഴും ഇവിടെ വരാറുണ്ട്, വന്നിട്ട് ഈ ഒരു സ്യൂട്ടിൻ്റെ വിലയൊക്കെ ചോദിക്കും. അങ്ങനെ ആ ഒരു അമ്മ
പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്യൂട്ട് ആർക്കും കൊടുക്കണ്ട, അമ്മ ഇങ്ങനെ പൈസ തരാന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഞാനത് ആർക്കും കൊടുത്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാവട്ടോ. അപ്പോൾ ആ ഒരു മോനിങ്ങനെ പറയുന്നുണ്ടാകും, എനിക്ക് കൂടുതൽ കഥ ഒന്നും കേൾക്കേണ്ട ആവശ്യമില്ല, എനിക്ക് പൈസ കിട്ടിയാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാവട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു ഗേറു ആണെങ്കിൽ ആ ഒരു ബോക്സ് കൊടുക്കുമ്പോൾ പുള്ളിക്കാരാണെങ്കിൽ അത് വലിച്ചെറിഞ്ഞിട്ട് നല്ല ദേഷ്യത്തിൽ പറയുന്നുണ്ടാകും, എനിക്കിപ്പോൾ പൈസയാണ് ആവശ്യം, അല്ലാതെ ഇതേപോലത്തെ സാധനങ്ങളൊന്നുമല്ല, മര്യാദക്ക് പൈസ തരാൻ പറയുമ്പോൾ അവനാണെങ്കിൽ പൈസ കൊടുക്കുന്നുണ്ടാവട്ടോ. അപ്പോൾ പൈസ മേടിച്ചിട്ട് അയാൾ ഇറങ്ങാൻ വേണ്ടി പോകുമ്പോൾ എന്താ ഒരു ബോക്സ് കണ്ടിട്ട് പുള്ളിക്കാരാണെങ്കിൽ ആകെ പതറിപ്പോകും. എന്നിട്ട് അവനിങ്ങനെ പറയുന്നുണ്ടാകും, ഈ തള്ള എന്നെ സങ്കടപ്പെടുത്തുമോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവനാണെങ്കിൽ ഒരു സാധനം നോക്കുന്നുണ്ടാവട്ടോ. ശരിക്കും പറഞ്ഞാൽ അവനക്ക് ആദ്യമായിട്ട് സാലറി കിട്ടിയെന്ന് അവൻ അമ്മക്ക് മേടിച്ചെടുത്ത സാധനം ഒരിക്കും. അപ്പോൾ അമ്മ പറയും, ഓ എന്ത് ഭംഗി ഇത് കാണാൻ വേണ്ടിയിട്ട്, മോനിക്കിത് ഒരുപാട് പൈസ ആയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും, അങ്ങനെയാണെങ്കിൽ അമ്മ ഇടണ്ടെന്ന് പറയുമ്പോൾ അമ്മ പറയും, ഇല്ല ഞാൻ എന്തായാലും ഇതിട്ട് ഞാൻ നശിപ്പിച്ച് കളയുന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാകും കേട്ടോ. അത് മാത്രമല്ല എനിക്കിതിടാൻ ഒരു ബുദ്ധിമുട്ട്, മോനിക്ക് ഞാനൊരു സൂട്ടി മേടിച്ചു തരാം, എന്നിട്ട് നമുക്കൊരു ദിവസം പുറത്തൊക്കെ പോവാട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാവട്ടോ. അപ്പോൾ ഇവനാണെങ്കിൽ ഈ ഒരു മകനാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അവൻ കൊടുത്ത ആ ഒരു ഡ്രസ്സ് അമ്മ മര്യാദക്ക് ഇട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ നല്ല പുതിയതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരാണെങ്കിൽ ഇതൊക്കെ ആലോചിച്ചിട്ട് ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ അമ്മയാണെങ്കിൽ മോനിക്ക് ആ ഒരു സ്യൂട്ട് മേടിക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും വന്നുകൊണ്ടിരുന്നത്. അമ്മയ്ക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് തന്നെ 2-3 തവണ ഇതേപോലെ ബാങ്കിൽ പോയി പൈസ മേടിച്ച് ആ ഒരു ഷോപ്പിൽ വന്നിട്ട് ഇങ്ങനെ അപ്പം ഇങ്ങനെ ചോദിക്കുമായിരുന്നു കേട്ടോ. ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്തതായിരുന്നു. അപ്പോൾ ഇവനാണെങ്കിൽ ആ ഒരു മകനാണെങ്കിൽ ഇതൊക്കെ ആലോചിച്ചിട്ട് ആകെ സങ്കടപ്പെട്ട് നിൽക്കുക. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ഗേറു ആണെങ്കിൽ പസിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ചോദിക്കുന്നുണ്ടാകും, നിനക്കെന്നാലും ആ ഒരു തയ്യൽക്കട എങ്ങനെ അറിയായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അവനിങ്ങനെ പറയുന്നുണ്ടാകും, അതിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ടായിരുന്നു എന്നിങ്ങനെ പറയട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു നോട്ടിൽ അതിൻ്റെ ബാക്കിൽ എൻ്റെ മകനിക്ക് വേണ്ടിയിട്ടുള്ള സൂട്ടിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ അന്ന് ബാങ്കിൽ നിന്ന് ഇറങ്ങി ആ ഒരു സ്യൂട്ടിന്റെ കട അവൻ അന്വേഷിച്ച് നടന്നതായിരിക്കും കേട്ടോ. അങ്ങനെ പിറ്റേന്ന് അങ്കിളാണെങ്കിൽ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുമ്പോൾ എന്താ അവിടെയാണെങ്കിൽ ഒരു പെണ്ണിനെ ഒരു ചെറുക്കനിട്ട് തല്ലുന്നുണ്ടാകും കേട്ടോ. അപ്പൊ ഇവന്റെ കൺമുമ്പിൽ തന്നെ ആ പെണ്ണിനെ വലിച്ച് കൊണ്ടുപോകുന്നുണ്ടാകും. ഇവനതിലൊന്നും ഇടപെടാതെ അവൻ അങ്ങ് നടന്നു പോരുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ നടന്നു വരുമ്പോൾ തന്നെ എന്താ അവന്റെ ആ ഒരു ബോക്സിങ്ങിലുള്ള ആ ഒരു പെണ്ണില്ലേ, ആ പെണ്ണെ കാറും കൊണ്ട് വന്ന് അവന് വിളിക്കുന്നുണ്ടാകും. പക്ഷെ നമ്മുടെ നമ്മു ആണെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാകും കേട്ടോ. എന്നിട്ട് കാണിക്കുന്നതാണെങ്കിൽ ഇവനെ വെറുതെ കൊണ്ടുപോയതല്ല, ബോക്സിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയതായിരിക്കും കേട്ടോ. അങ്ങനെ ഇവനാണെങ്കിൽ റിങ്ങിലിറങ്ങി ബോക്സിംഗ് ഒക്കെ ചെയ്തിട്ട് അവനിക്ക് തന്നെ കുറേ ഇടിയൊക്കെ കിട്ടി അവനാകെ തോറ്റോടെ കിടക്കുന്നുണ്ടാകും. എന്നിട്ട് നമ്മുടെ നമ്മു ആണെങ്കിൽ അവൻ്റെ ടെൻറ്റിൽ വന്ന് നോക്കുമ്പോൾ എന്താ അങ്കിൾ ഉണ്ടാവില്ല. അപ്പോൾ ഗേറോട് ചോദിക്കും, മേഡം അങ്കിൾ ഇതിട്ട് വന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയും, എനിക്കറിയില്ല, അങ്കിളിനെ പറ്റി തന്നെ എനിക്കറിയില്ല എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അവൻ പറയും, വന്നാലും നീ ഇടയ്ക്കൊക്കെ ആ ഒരു അങ്കിളിനെ ശ്രദ്ധിക്കണം, പുള്ളിയുടെ പോക്ക് അത്ര ശരിയല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ അങ്കിളേക്കാണെങ്കിൽ അങ്കിൾ വരുമ്പോൾ മുഖത്തൊക്കെ ഇത്തിരി പാടുണ്ടാവും കേട്ടോ. അപ്പം തന്നെ ഇവൻ പറയും, അയ്യോ അങ്കിളുടെ മുഖത്ത് പാടാണല്ലോ, ഇപ്പം തന്നെ പോലീസിനെ വിളിക്കണം, 911 വിളിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ടെൻഷൻ പിടിക്കുമ്പോൾ അവൻ പറയും, എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, ആരെയും വിളിക്കൊന്നും വേണ്ടെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. എൻ്റെ നമ്മുടെ അടുത്ത് പൈസ കൊടുത്തിട്ട് പറയും, എനിക്കൊരു നൂഡിൽസ് ഉണ്ടാക്കി തരാൻ പറയും കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ അത് ഉണ്ടാക്കി കൊടുക്കും. നമ്മുടെ ഗേറു ആണെങ്കിൽ അവൻ്റെ ആ ഒരു മുറിവ് പറ്റിയതിലൊക്കെ ഇങ്ങനെ മരുന്നിട്ട് കൊടുക്കണമായിരിക്കും കേട്ടോ. അപ്പോൾ തന്നെ കോള് വരുമ്പോൾ ഇവനാണെങ്കിൽ പറയും, ഹലോ മൂവ് ടു ഹെവൻ എന്ന് പറഞ്ഞ് കോൾ എടുക്കുന്നുണ്ടാകും. അപ്പോൾ അവർക്ക് അടുത്ത വർക്ക് വന്നിട്ടുണ്ടാകും. അങ്ങനെ നമ്മു ആണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അമ്മ ഇങ്ങനെ പറയും, നീ എങ്ങടാടി പോണത്, എങ്ങടെ ഈ ബാഗും തൂക്കി മര്യാദക്ക് ബാഗ് തുറക്കടിയെന്നും പറഞ്ഞ് ബാഗ് തുറക്കുമ്പോൾ എന്താ അതിലാണെങ്കിൽ കോച്ചിങ്ങിൻ്റെ കുറച്ച് ബുക്സ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം അമ്മ പറയും, നീ കോച്ചിങ്ങിന് പോവാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും, ഞാൻ കോച്ചിങ്ങിന് പോവാണ്, അമ്മ അറിയാതെ പോയതാണ്, വേറൊന്നുമല്ല, അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രഷറാകും, അതുകൊണ്ടാന്നൊക്കെ പറയുമ്പോൾ അമ്മക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. എൻ്റെ മോള് ഇപ്പോഴാണ് മിടിക്കായത്, നീ എന്തായാലും നന്നായിട്ട് പോയി പഠിക്കുക, നിനക്ക് എന്തെങ്കിലും പൈസ എന്തെങ്കിലും വേണോ, ഫുഡ് മേടിക്കണമെങ്കിൽ മേടിച്ചോന്നും പറഞ്ഞ് പൈസ ഒക്കെ കൊടുക്കുമ്പോൾ അവൾ പറയും, ഏതൊന്നും വേണ്ടാന്നും പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അവർ വണ്ടിയും കൊണ്ട് പോകുമ്പോൾ നമ്മുടെ പെങ്കൊച്ചാണെങ്കിൽ വട്ടം ചാടുന്നുണ്ടാകും. അങ്ങനെ അവർ ഒരുമിച്ച് തന്നെ ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ടാകും കേട്ടോ. അങ്ങനെ അവിടെ എത്തിക്കഴിയുമ്പോൾ എന്താ അവിടെ കുറച്ച് പോലീസ് ഓഫീസർ ഉണ്ടാകും. അപ്പം നമ്മൂനെ അറിയാവുന്ന ഒരു ചെറുക്കനുണ്ടാവും കേട്ടോ, നമ്മൂടെ അപ്പം പഠിച്ച ചെറുക്കനായിരിക്കും. അപ്പോൾ ചെറുക്കൻ ചോദിക്കും, നീ എന്ത് ഇവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയും, ഇത് ഗേറുടെ ഒരു ഇതാണ്, പ്രസ്താവനയാണ്, അതുകൊണ്ട് ഞാൻ വന്നതാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അവർ കയറിനേക്ക് മുന്നേ അവൻ ചോദിക്കുന്നുണ്ടാകും, എടി നമ്മു നീ ഓക്കെ ആണോ, ഓക്കെ ആണെങ്കിൽ കയറിയാൽ മതിയിട്ടാന്നൊക്കെ പറയുമ്പോൾ അവളോട് ചോദിക്കും, എന്ത് ഓക്കെ ആണോ എന്ന് ചോദിച്ചിട്ട് അവരാണെങ്കിൽ ആ ഒരു സീനിലേക്ക് കയറുന്നുണ്ടാകും. അപ്പോൾ അവിടെ ആണെങ്കിൽ ചോരക്കറ ഉണ്ടാകും കേട്ടോ. അപ്പോൾ ആ ഒരു നമ്മൾ ചോദിക്കും ഇവിടെ എന്താ ശരിക്കും പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഒരു പോലീസ് ഓഫീസർ പറയുന്നുണ്ടാകും, ഒരാഴ്ച മുന്നേ ഈ മരിച്ചുപോയ 20 വയസ്സായ ഒരു പെണ്ണിൻ്റെ എക്സ് ബോയ് ഫ്രണ്ട് വന്നിട്ട് എന്തോ വാക്ക് തർക്കത്തിൽ ഉണ്ടായ ഒരു അപകടമാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയും, ഞാൻ കേട്ടിരുന്നു, അതൊരാഴ്ച മുന്നേ അല്ലേ, ഇപ്പം ഇതൊക്കെ ക്ലീൻ ചെയ്യാവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗേറ് പറയുന്നുണ്ടാകും, അവരുടെ എവിഡൻസും അതുപോലെ തന്നെ എല്ലാം കഴിയുമ്പോൾ എവിഡൻസ് എല്ലാം എടുത്ത് കഴിയുമ്പോൾ അത് ക്ലീൻ ചെയ്യാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടാവും കേട്ടോ. അപ്പം തന്നെ ആ ഒരു പോലീസ് ഓഫീസർ ആണെങ്കിൽ ഈ നമ്മൂനെ വിളിച്ചിട്ട് നമുക്കൊന്ന് സംസാരിക്കാമെന്നും പറഞ്ഞ് പുറത്തോട്ട് പോകും.
എന്നിട്ട് ഓഫീസർ ചോദിക്കും നീ എന്താണ് സ്കൂളൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇപ്പം ദേ ഈ ഒരു മൂവ് ടു ഹെവനിലേക്ക് വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ടാകും ഗേറു നീ അടുത്താണ് അവൻ്റെ അച്ഛനെ നഷ്ടമായത്, അപ്പോൾ കുറച്ച് നാളത്തേക്ക് ഒരു 3 മാസത്തേക്ക് ഞാൻ ഇവൻ്റെ കൂടെ നിൽക്കാന്ന് ഓർത്തിട്ടാന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് പറയും നീ ആള് മിടുക്കനായാലും നല്ല ഭംഗിയുണ്ടിട്ട് കാണാൻ വേണ്ടിയിട്ട് ഈ ഒരു പോലീസ് യൂണിഫോമിൽ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവളാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ടാകും. അങ്ങനെ നമ്മുടെ ഗേറു ആണെങ്കിൽ ആ ഒരു ഇതിൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടാകും നിങ്ങൾ മരിച്ചു തിന്നല്ലേ, എൻ്റെ പേര് ഹൻഗറു ആണ്, ഞാൻ നിങ്ങളെ ആ ഒരു മൂവ് ടു ഹെവനിലേക്ക് അയക്കാൻ വേണ്ടി സഹായിക്കാമെന്നും പറഞ്ഞിട്ട് അവൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകുകയാണ് കേട്ടോ. അപ്പോൾ ഇതോടെയാണ് എപ്പിസോഡ് 3 തീരുന്നത്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.